ഡു ദ വേർഡ്സ് ടേസ്റ്റ് ഇൻ മാർക്കറ്റിംഗ്. ഇത് പ്രൂവ് ചെയ്തെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരിക്കലും ഒരു 100ഓളം ആൾക്കാരിലേക്ക് 4 യോഗട്ട്, ഒരേ ടേസ്റ്റിൽ 4 യോഗട്ട് 4 ലാബിൽ ചെയ്തിട്ട് അവരിലേക്ക് കൊടുക്കുകയുണ്ടായി. ഒന്നാമത്തെ യോഗട്ടിന്റെ പുറത്ത് ലാബിൽ ചെയ്തത് സ്വീറ്റ് ആൻഡ് ക്രീമി എന്നുള്ളതാണ്. രണ്ടാമത്തെ യോഗട്ടിന്റെ പുറത്ത് ലാബിൽ ചെയ്തത് ലോ ഫാറ്റ് എന്നുള്ളതാണ്. മൂന്നാമത്തെ യോഗട്ടിന്റെ പുറത്ത് ലാബിൽ ചെയ്തത് റെഗുലർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4ാമത്തെ യോഗട്ടിന്റെ പുറത്ത് ലാബിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഗാനിക് എന്നുള്ളതാണ്. അതുകൂടാതെ ഓരോരുത്തർക്കും ഒരു ഷീറ്റ് കൊടുത്തു, സ്കോർ ഷീറ്റ്. അതിൽ അവർക്ക് 3 എലമെന്റുകൾ മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടേസ്റ്റ്, രണ്ടാമത്തെ സ്വീറ്റ്നെസ്, മൂന്നാമത്തെ ക്രീംനെസ്. ഇതിന്റെ റിപ്പോർട്ട് നോക്കിയ സമയത്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് കണ്ടത്. അതായത് സ്വീറ്റ് ആൻഡ് ക്രീമി എന്ന് എഴുതിയ ആ ഒരു യോഗട്ട് കഴിച്ചതിന്റെ സ്റ്റഡി റിപ്പോർട്ടിൽ എല്ലാം കൂടുതലാണ്, ടേസ്റ്റ്, സ്വീറ്റ്നെസ്, ക്രീംനെസ്. എന്നാൽ നമ്മുടെ ലോ ഫാറ്റ് എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് എല്ലാം കുറവാണ്. ടേസ്റ്റ് കുറവാണ്, ക്രീംനെസ് കുറവാണ്, അതുപോലെ തന്നെ സ്വീറ്റ്നെസ് കുറവാണ്. എന്നാൽ ഈ റെഗുലർ എന്ന് എഴുതിയതിന്റെ എല്ലാം സ്കോർ ആവറേജ് ആണ്. ടേസ്റ്റ്, ക്രീംനെസ്, അതുപോലെ തന്നെ സ്വീറ്റ്നെസ് എല്ലാം ആവറേജ് ആണ്. എന്നാൽ ഓർഗാനിക് എന്ന് എഴുതിയതിന്റെ നോക്കുന്ന സമയത്ത് എല്ലാം ഒരു ആവറേജ് സ്കോറാണ്, പക്ഷേ റെഗുലറിനേക്കാളും കൂടുതലാണ്. ആലോചിച്ച് നോക്കിയാൽ ഒരേ യോഗട്ട് 4 ആൾ കഴിച്ച സമയത്ത് 4 ടേസ്റ്റ് വന്നത് എങ്ങനെയാണ്? സോ ഇതിനാണ് വേർഡ്സിന്റെ പവർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ബ്രാൻഡിന്റെ കോൺസെപ്റ്റ് നമ്മൾ വാക്കുകളിൽ കൂടി ആൾക്കാരിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഹൈലി പ്രീമിയം, ഇറ്റ്സ് വെരി ടേസ്റ്റി, ഇറ്റ്സ് വെരി ക്രിസ്പി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാരിലേക്ക് അത് വിഷ്വലൈസ് ചെയ്യുന്ന പെർസെപ്ഷൻ ഡിഫറൻ്റ് ആണെന്ന് ഈ സ്റ്റഡി നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് വാക്കുകൾ മനസ്സിലാക്കി യൂസ് ചെയ്ത് നോക്കിയോ നിങ്ങളെ ടാർഗറ്റ് കസ്റ്റമറെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും.